ഹായ് ഓൾ SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും കേട്ടിട്ട് റിസൾട്ടൊക്കെ വന്ന് ഒരുപാട് പേര് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടൻറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തവർക്ക് HSA വരാനിരിക്കുന്ന HSA നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ HSA സോഷ്യൽ സയൻസ് അടുത്ത അല്ലെങ്കിൽ ഈ ഒരു മന്ത് ലാസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു HSA എഴുതാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ കേട്ടിട്ട് എക്സാം ക്വാളിഫൈ ചെയ്തു. അപ്പോൾ അവർക്ക് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ടിട്ട്, കാരണം പലരും റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ, വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വെരിഫിക്കേഷൻ കഴിയാണ്ട് നമുക്ക് എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വെരിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത ആ ഒരു ഡീറ്റെയിൽസ് മാത്രം, അതായത് എന്നാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തത്, റിസൾട്ട് വന്ന ഡേറ്റ് എന്നാണ്, ആ കാര്യങ്ങളും നമ്മൾ ആ ഒരു ഡേറ്റും കാര്യങ്ങളും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്തരം PSC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് അപേക്ഷിക്കാൻ ഒരിക്കലും നമുക്ക് വെരിഫിക്കേഷൻ കഴിയണമെന്നില്ല. കേട്ടിട്ട് റിസൾട്ട് വന്ന ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പലരും കൺഫ്യൂഷനിലാണ്, വെരിഫിക്കേഷൻ കഴിയാണ്ട് എക്സാം എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി അഥവാ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് മാത്രം മതി, ഈ ഒരു റിസൾട്ട് വന്നതിൻ്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളും മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട, വെരിഫിക്കേഷൻ കഴിയേണ്ട ആവശ്യമില്ല. കേട്ടിട്ട് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു HSAക്ക് അപ്ലൈ ചെയ്യാം. ഇനി മനസ്സിലാക്കേണ്ടത്, HSA അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, കേട്ടിട്ട് കാറ്റഗറി 3 ആണ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത്. 2 ക്വാളിഫൈ ചെയ്തവർക്ക് അതിന് സാധിക്കില്ല. HSA കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്തവർക്കാണ് കേട്ടിട്ട് കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്തവർക്കാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് HSAക്ക്. ഓക്കെ, അല്ല UP ലെവലിലുള്ള എക്സാം ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേട്ടിട്ട് 2 മതി. പക്ഷേ ഹൈസ്കൂൾ ലെവലിലുള്ള എക്സാം ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് വേണം, കേട്ടിട്ട് കാറ്റഗറി 3 നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇനി കേട്ടിട്ട് സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊരു എക്സാമും, കോമ്പറ്റേറ്റീവ് എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുക. ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പഠനത്തിന് അത് കൂടുതൽ സഹായകരമാകും. ഓക്കെ, നമ്മൾ ഇനി ടെക്സ്റ്റ് വായിക്കുമ്പോൾ പോലും ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന രൂപത്തിൽ ഇവിടുന്ന് മുന്നേ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നമ്മൾ HSAക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും HSAക്ക് പ്രിപ്പയർ, HSA സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. മാത്രമല്ല, നിങ്ങൾക്ക് HSAൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന എക്സ്ട്രാ ഫാക്റ്റുകൾ വെച്ചിട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ക്ലാസ്സുകൾ ആവശ്യമാണെന്നുള്ളത് അറിയിക്കുക. ഇനി നമ്മുടെ സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ കേട്ടിട്ട് സോഷ്യൽ സയൻസിന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് കേട്ടിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിനാണ്, അവർക്കും കൂടെ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്